Hi friends, it's me Simon YouTube channel, Simon Varghese Facebook, Simon Varghese Instagram welcomes you all. I am very happy to welcome you all in a fine good morning. I am always requesting you be positive and be positive. In such a way we can create our life spontaneously in the right way. So I request you again be positive, okay? ഇന്ന് ഞാൻ എക്സസൈസ് പകുതി നിർത്തിയിട്ട് പോവുകയാണ്. ഇന്നൊരു ഫങ്ഷൻ ഉണ്ട്, ഞങ്ങളുടെ പള്ളിയിൽ ഒരു എൽഡേഴ്സ് ഫോറം ഉണ്ട്. അതിൻ്റെ ഒരു ഗൗരവമേറിയ മീറ്റിംഗ് നടക്കുകയാണ്. മുതിർന്നവരെയൊക്കെ ആദരിക്കൽ പ്രോഗ്രാമാണ്. അതിൽ പോകാൻ വേണ്ടി ഞാൻ പകുതി എക്സസൈസ് ചെയ്തിട്ട് വേഗം പോവാം. അപ്പോഴെനിക്ക് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നില്ലെന്ന് നിശ്ചയിച്ചാൽ, പക്ഷേ എൻ്റെ മനസ്സ് എന്നെ പിടിച്ചു നിർത്തി. ഞാൻ ഈ കോട്ടയത്ത് 6 മണിക്ക് ഒരു പ്രക്ഷോഭണമുണ്ട്. നമ്മുടെ അഭിഷേകാഗ്നി എന്ന് പറയും. നമ്മുടെ സെൻറ്റ് ആനീസിൻ്റെ ഡയറക്ടർ മോൺസിഞ്ഞോർ ഫാദർ സെബാസ്റ്റ്യൻ പോത്തിങ്ങളുടെ ഒരു പ്രീച്ചിങ്. അത് എല്ലാ ദിവസവും ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് കേൾക്കുന്ന. ഇന്ന് കേട്ടപ്പോൾ 2 കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഒന്ന്, ഒരു പെൺകുട്ടി മിണ്ടാമഠത്തിൽ ചേരാൻ ചെന്നു. സ്വാഭാവികമായിട്ട് അങ്ങനെ ചേരുന്നുണ്ട്. അപ്പം അച്ഛനാണ് അതിൻ്റെ അപ്പോസ്റ്റലിക് വികാർ. അപ്പം അച്ഛൻ ഞാൻ കാണുക, അച്ഛൻ പറഞ്ഞു ഇവളെ MBBS കഴിഞ്ഞു, ഡോക്ടറാണ്. അപ്പം നമുക്കറിയാം, ഒരു ഡോക്ടറാകാൻ വേണ്ടി സ്റ്റേറ്റ് ചിലവാക്കുന്ന തുകയ്ക്ക് ഒരാൾക്ക് വേണ്ടി 1.5-2 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ഒരു ഡോക്ടറെ സൃഷ്ടിച്ചെടുക്കുന്നത്. പേരൻസ് ഫീസ് അടയ്ക്കുന്നുണ്ട്, അത് തുച്ഛമായ ഫീസല്ലേ. അപ്പം അങ്ങനെ സ്റ്റേറ്റിന് ഉടമയായിരിക്കുന്ന, അല്ലെങ്കിൽ ഓരോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞു, ഓരോ തരത്തിൽ അദ്ദേഹത്തെ ഉപദേശിച്ചു, കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് മതി, എടുത്തിയാടണ്ട. എത്ര വയസ്സുണ്ട്? 24 വയസ്സോ മറ്റേ ഉള്ളൂ. അപ്പം അവസാനം സമ്മതിക്കില്ല കൊച്ച്. അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇനി മറ്റേതെങ്കിലും ഒരു കോൺഗ്രിഗേഷൻ, സിസ്റ്റേഴ്സ് പലതരം ഉണ്ടല്ലോ, അതിലേതിലൊന്നും മാറി ജോയിൻ ചെയ്യാൻ പറയും. ഇല്ല, ഇത് തന്നെ. അപ്പോൾ അങ്ങനെ പോയിരിക്കുക. പറയുമ്പോൾ കൊച്ചിൻ്റെ അപ്പനും അമ്മയും ഡോക്ടേഴ്സാണ്. ഈ കുട്ടിക്ക് ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കാനും. അപ്പം നമ്മുടെ എല്ലാം പലരും പറയും ഓരത്തെ പിടിച്ച് സിസ്റ്റേഴ്സ് സെറ്റിലൂട്ടിലേക്ക് അങ്ങ് ചുമ്മാ പിടിച്ചുകൊണ്ട് പോയി ചേർക്കുന്നതെന്നൊക്കെ. അങ്ങനൊന്നും അല്ലെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ആ കുട്ടി ഒരു ഡോക്ടറാകുമ്പം എന്തായാലും സാമാന്യേന അതീവ ബുദ്ധിയും കഴിവുള്ള ആളുകളാണ് സാറ് ഡോക്ടറും എഞ്ചിനീയറൊക്കെ ആകുന്നത്. ഇപ്പോൾ പിന്നെ എഞ്ചിനീയർമാരെയൊക്കെ മുട്ടയിട്ട് വരെ വിരിച്ചെടുക്കുന്നുണ്ട്. പണ്ടങ്ങനെ ആയിരുന്നില്ല. അപ്പം അങ്ങനെയുള്ളപ്പം അച്ഛൻ പറഞ്ഞത്, നിങ്ങളൊന്നും ആലോചിച്ച് പഠിച്ചിട്ടൊക്കെ വാ എന്ന് പറഞ്ഞ് വിട്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഒരു പെൺകുട്ടി സ്കൂളിൽ നിന്ന് വരികയാണ്. വീട്ടിൽ വന്നിട്ട് അമ്മയോട് ചോദിച്ചു, നീ ആരാടിയെന്ന്. ഒന്നാലോചിക്ക്, ഒരു 10-15 വയസ്സ് വരെ വളർത്തിയ അമ്മയോട് നീ വെച്ചാൽ അതിൻ്റെ തലച്ചോറിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടായിട്ടുണ്ട്. എന്തോ ടെൻഷൻ കൊണ്ടോ സ്ട്രെസ്സ് കൊണ്ടോ പഠിക്കാനുള്ള കൂടുതൽ കൊണ്ടോ എന്തോ ഒരു ബ്ലാക്ക് ഔട്ടായിപ്പോയി. അച്ഛൻ പറയായിരുന്നു, നമ്മളെ ജീവിത വ്യഗ്രതയോടുകൂടി ഓരോന്നും ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യമുണ്ട്. ഒരു സെക്കൻഡ് പോരെ ഈശോയുടെ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതം മാറി മറിഞ്ഞു പോകാൻ, ഉയർച്ചയിലേക്കും താഴ്ചയിലേക്കും. അപ്പോൾ വിനയത്തോടു കൂടി സ്നേഹത്തോടു കൂടി നാം ജീവിക്കേണ്ടുന്നതിൻ്റെ ഒരാവശ്യത ആണ് ചൂണ്ടിക്കാണിക്കുന്നത് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ സുപ്രഭാതത്തിൽ സുപ്രഭാതം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ മഞ്ഞ് എൻ്റെ ഇങ്ങനെ ദേഹത്ത് തഴുകി പോവുകയാണ്. എന്നും കൊടൈക്കനാലിൽ പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. രാവിലെ നല്ല മഞ്ഞത്താണ് എക്സസൈസ് ചെയ്യാൻ വന്നത്. അപ്പം വളരെ ഹാപ്പിയാണ്. ഒരു കാര്യമുണ്ട്, എൻ്റെ ഹാപ്പിനെസ് ഞാൻ പറയുന്നുണ്ട്. എന്താ കാര്യം? ഇതിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുക. ഐ ആം ട്രൈയിങ് ടു ഡ്യൂപ്ലിക്കേറ്റിംഗ് യു ടു മീ. എന്താ? രാവിലെ എഴുന്നേൽക്കുക, അല്പസമയം പ്രാർത്ഥിക്കുക, പിന്നെ മോർണിംഗ് വാക്കിന് പോവുക, എക്സസൈസ് ചെയ്യുക, ഭക്ഷണം കൺട്രോൾ ചെയ്യുക. നമ്മൾ നല്ല ഉദ്യോഗസ്ഥനായിരിക്കാം, തൊഴിലാളി, എല്ലാവരുടെയും കാശുണ്ട്. തൊഴിലാളിക്കും കാശുണ്ട്, ഉദ്യോഗസ്ഥനും കാശുണ്ട്.
അതുകൊണ്ട് അത് ഭക്ഷണം കഴിക്കാൻ മാത്രമുള്ളതാണ്, അത് വസ്ത്രം മേടിക്കാൻ മാത്രമുള്ളതാണെന്ന് വിചാരിക്കരുത്. ഇത് ആർജിക്കാൻ കഴിയാത്ത കുറേ ആളുകൾ ഈ ലോകത്തുണ്ട്, ഹെൽത്ത് വൈസ്, പിന്നെ അവരുടെ ആ ഒരു ജന്മനായുള്ള അവരുടെ പ്രയാസങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ അവർക്കൂടെയൊക്കെ ഷെയർ ചെയ്യേണ്ടതാണ് നമ്മുടെ ഇരിക്കുന്ന ഈ ധനമൊക്കെ എന്ന വിശ്വാസത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ. തീരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയെ ദത്തെടുത്ത് പഠിപ്പിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പം അത് ദൈവം 10 മടങ്ങായി നമുക്ക് മടക്കി തരുമെന്ന് നമ്മൾ വിചാരിക്കും. എന്തായാലും ഒന്നുണ്ട്, ഈ ലോക ജീവിതം സന്തോഷപ്രദമാക്കാനായിട്ട് നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മുടെ ഈ ലോകത്തുള്ള മനുഷ്യരുടെ രീതി എന്നാണെന്നറിയാം, അവൻ്റെ കാറ് വൃത്തിയായി കഴുകിയിടും, അവൻ്റെ കാറിൻ്റെ മെയിൻ്റനൻസ് 3 മാസം 6 മാസം കൂടുമ്പോൾ ചെയ്യും, ഓയിൽ ചേഞ്ച് എല്ലാം ചെയ്യും. അത് കാറിൻ്റെ കാര്യം. ഇനി ഭവനമാണെങ്കിലോ എവറി 3 years പെയിൻറ്റ് ചെയ്യും, എല്ലാം ചെയ്യും. ആഴ്ച 2 ദിവസം വീട് കഴുകി തുടയ്ക്കും, ബാത്റൂമൊക്കെ മിക്കവാറും കഴുകി തുടച്ചിടും ഒക്കെ ചെയ്യും. പക്ഷേ അവൻ്റെ ശരീരത്തെയോ അവൻ്റെ ജീവിതത്തെ പറ്റി ഇങ്ങനെ ചെയ്യാറുണ്ടോ? ചെയ്യുന്നവരുണ്ടോ? അയ്യോ, എണ്ണിയാലൊടുങ്ങാത്ത അസംഖ്യം പേരുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പേരും ചെയ്യാറില്ല. അപ്പം ഞാൻ പറയുന്നത്, വി മസ്റ്റ് ടേക്ക് കെയർ ഓഫ് അവർ ഹെൽത്ത്. നമ്മളുണ്ടെങ്കിലല്ലേ നമ്മുടെ ചിന്തയുള്ളൂ, നമ്മുടെ പ്രവൃത്തിയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ട്രൈ ടു സസ്റ്റെയിൻ അസ് അവേഴ്സ്. നമുക്ക് തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കണം. വി മസ്റ്റ് ഡെഫിനറ്റ്ലി ഡു സം എക്സസൈസ്. വി മസ്റ്റ് ഡെഫിനറ്റ്ലി കീപ്പ് അവർ ഫുഡ്. We must definitely get rid of our drinking or tobacco habits, and we must read more and more and learn well. Okay, only such a way we can create ourselves, you know. You must see that. So എനിക്ക് പറയാനുള്ളത്, നമ്മൾ പഠിക്കണം, വായിക്കണം, ഗവേഷണം നടത്തണം, ഗവേഷണ കുതുകിയായിരിക്കണം. അത് നമ്മുടേതായ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. വി മസ്റ്റ് അപ്ഡേറ്റ് അവർ നോളജ് ഓൾ ദി ടൈം, എവറി മൊമെൻറ്റ് വി മസ്റ്റ് അപ്ഡേറ്റ്. യു നോ, എന്താ ഈ ലോകം നടന്നുകൊണ്ടിരിക്കുന്നത്? പൊട്ടക്കുളത്തിലെ തവളയെ പോലെ പാമ്പാട്ടിയായും പാമ്പ് കളിക്കാനായിട്ട് നടക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയി. ഈ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം തന്നെ ചൈനയും റഷ്യയും തമ്മിൽ ഒരു കൊളാബറേഷൻ, ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്, 300 വയസ്സ് വരെ ജീവിക്കാനുള്ള ഒരു ടെക്നോളജിയെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇവിടെ 60 വയസ്സ് കഴിഞ്ഞ് നമ്മൾ വയസ്സായി ചാകണമെന്നും പറഞ്ഞ് 65 വയസ്സായി കഴിഞ്ഞു, എന്താ ഒന്നും ചെയ്യുക, അതായത് റിട്ടയർ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക. വി മസ്റ്റ് ഡു സം എക്സസൈസ്, വോക്ക് ആൻഡ് ഡു സം വർക്ക്. 60 വയസ്സ് പറഞ്ഞാൽ ഒന്നുമല്ല. ഒരു ജപ്പാൻകാരനെ സംബന്ധിച്ച് അവൻ്റെ മിനിമം മരണനിരക്ക് 110 വയസ്സാണ്. കേരളത്തിൽ അത് 82 വയസ്സാണ്. അറിയാവും, 82 വയസ്സാണ് സാധാരണ രീതിയിലൊരു മരണത്തിന് കേരള ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ അത് ശാസ്ത്രീയ പഠനത്തിന് അതാണെങ്കിൽ ശേഷം. പക്ഷേ 90-100 ആകുന്നവരുണ്ട്, 60-62 പോകുന്നവരുമുണ്ട്. അപ്പം നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് എതിൽ പോകണം. നമുക്ക് നമ്മുടെ കൊച്ചുമക്കളെയും കുഞ്ഞുമക്കളെയും കണ്ട് സന്തോഷമായിട്ട് ജീവിച്ച്, മറ്റുള്ളവർക്ക് സഹായം ചെയ്ത്, സേവനം ചെയ്ത്, മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്ത് അടിപൊളിയായിട്ട് പോകണം അല്ലേ? അതിനെന്ത് ചെയ്യണം? നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കണം, അല്പസ്വല്പം പ്രാർത്ഥിക്കുകയോ വായിക്കുകയോ ചെയ്യണം, ഒരു മണിക്കൂർ നടക്കണം, 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണം, തിരിച്ചു വരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുക, നെഗറ്റീവ് കാര്യങ്ങൾ തള്ളിക്കളയുക. അനാവശ്യമായിട്ട് ഗോസിപ്പ് പറയാനും നടക്കരുത്. ഗോസിപ്പ് പറയാൻ വരുന്നവർ, എനിക്ക് എൻ്റെ അടുത്തും വരുന്നൊരു ധാരാളം പേരുണ്ട്, പല വിഭാഗത്തിൽപ്പെട്ടു. ഞാൻ എല്ലാം സശ്രദ്ധം കേൾക്കും. ബി എ പേഷ്യൻ്റ് ഹിയറർ എന്ന് പറയാം, കേൾക്കും. എന്നിട്ട് ഒന്ന് ചിരിക്കും, എന്നിട്ട് പറയും, സ്നേഹിത ഞാൻ പ്രാർത്ഥിക്കാം, ധൈര്യമായിട്ട് നോക്കും. അപ്പോൾ അവർക്ക് സന്തോഷമായി. ഞാൻ 2 പേർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഈ പരദോഷം പറയാൻ വന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇതിൻ്റെ അഫക്റ്റഡ് ആയിട്ടുള്ള ആളിലും നന്മ നേരും. ഒരു കാര്യമുണ്ട്, ഒന്നും ചെയ്യാതെ വീട്ടിൽ അടച്ചിരിക്കുന്ന ആളെ പറ്റി ആരുടെ ഇതിനും പറയില്ല, എന്തെങ്കിലും ചെയ്യുന്നവരെ പറ്റി വിമർശിക്കത്തുള്ളൂ. അതുകൊണ്ട് അതിനെ ഞാൻ ഗൗരവമായിട്ട് എടുക്കത്തില്ല, ഞാൻ വിമർശിക്കത്തുമില്ല. പിന്നെ ചില തെറ്റ് കണ്ട അന്നേരം ആ സ്പോട്ടിൽ പറയും, ഒളിച്ചു വെച്ചാൽ രഹസ്യമായിട്ടൊന്ന് പരസ്യമായിട്ട് പറയും, അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയാറുണ്ട്. ചിലപ്പം വിഴുങ്ങുകയും ചെയ്യും. ചിലർക്കത് താങ്ങാൻ ശക്തിയില്ലാത്തവരെ അവർ നമ്മളങ്ങനെ പറയാറില്ല. കാരണം കെൽപ്പും ശക്തിയും ഓജസ്സും ഉള്ളവരോട് അങ്ങനെ പറയും. അതായത് ദുർബലരോട് അങ്ങനെയൊന്നും പറയാറില്ല, കാരണം അവനത് താങ്ങത്തില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നല്ല നാളേക്ക് വേണ്ടി ജീവിക്കാം. അപ്പം എന്താ പറയുക,
സമൂഹത്തിന് വേണ്ടി നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഓർത്തോണം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ രാവിലെ ഓട്ടോ ആയിട്ട് ഓടി, അവന് 1000 രൂപ അല്ല 1500 രൂപ മിച്ചം കിട്ടിയാൽ, 1500 കിട്ടുകയില്ല, എല്ലാ ചിലവും കഴിഞ്ഞിട്ട് 900 രൂപ കിട്ടുമായിരിക്കും. അങ്ങനെ കിട്ടിയാൽ അവൻ സന്തോഷമായി അല്ലേ, ഹാപ്പിയായി. പക്ഷേ അവൻ ചെയ്ത സേവനങ്ങളോ, അന്ന് അവൻ 12 പേരെ ആശുപത്രി കൊണ്ടാക്കി, 4 പേരെ ആശുപത്രി വീട്ടിൽ കൊണ്ടാക്കി. ഇതെല്ലാം ഒരു സേവനമാണ് ഈ നാട്ടിൽ ചെയ്യുന്നതല്ലേ. അപ്പം അവന് അതിൻ്റെ വിലയുണ്ടല്ലേ. അതായത് നാം ചെയ്യുന്ന ഓരോ കാര്യം of course I am doing something for winning my bread. In the meantime we are doing something for the society, and a society, state, nation and the universe. We are ഞങ്ങൾ വലിയ കണ്ടുപിടുത്തം നടത്തിയത് അവർക്ക് വേണ്ടിയാണ്. ഇപ്പം തന്നെ നമ്മുടെ ക്യാൻസറിന് മരുന്ന് ഏകദേശം കണ്ടെത്തി കഴിഞ്ഞു. ലാസ്റ്റ് പരിശോധന നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇൻസുലിൻ ഇങ്ങനെ കുത്തിവെക്കുമല്ലേ ഇപ്പോൾ, അതല്ലാതെ മറ്റേ നമ്മൾ ഇൻഹെയിലർ പോലെ അത് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പം കാലം മാറുകയാണ്, കാഴ്ചപ്പാടും മാറും. അതനുസരിച്ച് നമ്മൾ ഉയരണം, സമൂഹത്തെ സ്നേഹിക്കണം, അടച്ചുപൂട്ടി ഇരിക്കരുത്. എനിക്ക് ധാരാളം ഭക്ഷണം കഴിച്ചാൽ വേഗം ചത്തുപോകും. ഭക്ഷണം നല്ലൊരു വിഷമാണ്. ആവശ്യത്തിൽ കഴിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം, ആവശ്യം കഴിഞ്ഞ് വെള്ളം കുടിച്ചാൽ നിങ്ങൾ മരിച്ചു പോകും. നിങ്ങളൊരു 12 ഗ്ലാസ് വെള്ളം ഒറ്റയിരിപ്പം ഞങ്ങൾ കുടിച്ച് വലിയ കുഴപ്പമുണ്ടാകത്തില്ല. ഒന്ന് പഠിച്ചു നോക്കൂ. കുടിവെള്ളം പോലും നമുക്ക് അമിതമായാലും അബദ്ധമാകുമ്പോൾ മറ്റു കാര്യങ്ങളോ, ഭക്ഷണവും കഴിച്ച് പരദൂഷണം പറഞ്ഞ് കുറ്റവും പറഞ്ഞ് കിടന്നുറങ്ങുക. ചിലർ പറയും ഇങ്ങനെ ഗ്യാസും വിട്ട് കിടന്നുറങ്ങുക. മറിച്ച് ഇറങ്ങി നടക്കുക, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക. പാവപ്പെട്ടവനെ ചിലപ്പം ഒരുവനെ അറിവില്ലായിരിക്കും, അവനത് പറഞ്ഞു കൊടുക്കുക, അവനെ നേർവഴിക്ക് നയിക്കുക, സഹായിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് സന്തോഷമായി നമുക്ക് സ്വാഗതിപ്പാൻ കഴിഞ്ഞാൽ ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് എല്ലാവർക്കും അങ്ങനെ എല്ലാ മതങ്ങളും ഒരു പൂർണ്ണതയെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. ക്രിസ്ത്യാനി എന്നെ സംബന്ധിച്ച് സ്വർഗാവകാശമാക്കുക എന്നുള്ള ലക്ഷ്യം. അതിനായിട്ട് നമ്മൾ ഈ പാടെല്ലാം വിടുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള അവസരമുണ്ട്. നമുക്ക് പരിശ്രമിക്കാം. നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നാട്ടുകാരുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ഇറ്റ്സ് മീ സൈമൺ വർഗീസ് സൈനിങ് ഓഫ്. ഓക്കെ, താങ്ക് യു.